ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശർമാജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് മുഴുവൻ പേര് പ്രവീൺ ശർമ്മ എന്നാണ്. അദ്ദേഹം പ്രശസ്തനായ ജ്യോതിഷ പണ്ഡിതനാണ്. സനാതന വേദ പാഠശാലയുടെ ചെയർമാനാണ്. ഈ സനാതന വേദ പാഠശാലയിലെ ജ്യോതിഷം, വാസ്തു, താന്ത്രികം, പിന്നെ വേദ പഠനം, ഇതെല്ലാം ചേർന്ന് സമഗ്രമായ പഠനം നടക്കുന്ന ഒരു പ്രശസ്തമായ വിദ്യാഭ്യാസ വേദ പഠനശാലയാണ് സനാതന വേദ പാഠശാല. അതിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ തന്നെ ജ്യോതിഷ രംഗത്തേക്ക് വന്ന ഒരാളാണ്. വലിയൊരു ചരിത്രവും വലിയൊരു പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത്. ജനഭൂമിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയപ്പെട്ട ആദരണീയനായ ശർമാജിയെ ജ്യോതിഷ ദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ ശർമാജി വളരെ ചെറുപ്പമാണ്. അങ്ങ് നമ്മുടെ ജ്യോതിഷ രംഗത്തേക്ക് വന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ പ്രശസ്തമായ ഒരു തറവാട്ടിലാണ് ജനിച്ചത്. അഭ്യസ്തവിദ്യനാണ്. അങ്ങനെയുള്ള ഒരാൾ ചെറിയ പ്രായത്തിൽ ഈ ജ്യോതിഷത്തിൻ്റെ രംഗത്തേക്ക് വരാൻ അങ്ങേ പ്രേരിപ്പിച്ചത് എന്താണ്? എന്തെങ്കിലും നിമിത്തമായിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് അങ്ങ് ഈ ജ്യോതിഷത്തിലേക്ക് വന്നത്? വലിയ ഒരു സാങ്കേതികമായിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിളാണ്. 2 പേരുടെ അനുഗ്രഹമാണ്. ഒന്ന്, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ ഒരു സെയിൻ്റ്ലി ലൈഫാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രണ്ടാമത് എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ മുത്തശ്ശൻ, അദ്ദേഹം സന്യാസിയായി. എല്ലാ ആൾക്കാർക്കും ഇന്ന് ഈ ലോകത്ത് പല ആൾക്കും പല നേട്ടങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനായി ജനിച്ച എനിക്ക് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു പരമഭാഗ്യം എന്ന് പറയുന്നത് ഒരു മഹായോഗി, ത്രികാലജ്ഞാനിയായിരിക്കുന്ന, അതായത് ഭൂതഭാവി വർത്തമാന കാലങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്ന, ഈ പ്രപഞ്ചത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മഹായോഗി. അദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിൽ, ഞാൻ ഇങ്ങനെ ഈ സാറ് മുമ്പേ പറഞ്ഞല്ലോ പാരമ്പര്യമുള്ളൊരു കുടുംബമെന്ന്. ശരിയാണ്, വളരെ ചരിത്രപരമായ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അങ്ങനെ ഒരു മാതാപിതാക്കളിൽ വന്ന് ജനിച്ചതുകൊണ്ട് വളരെ ബാല്യത്തിൽ തന്നെ ഇത്ര അദ്വിതീയനായിരിക്കുന്ന മഹത്വമുള്ളൊരു യോഗിയെ കണ്ടുമുട്ടാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ചെറിയ ചില ജന്മനാ ഉള്ള ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസാരത്തിനൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരമായി കാണുകയും അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ഞാൻ നല്ലതുപോലെ അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ ചെയ്ത ഒരാളാണ്. ഓരോ ജീവനും ഭൂമിയിലേക്ക് വരുമ്പോൾ അവരെന്ത് കർമ്മം ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് ചെറുപ്പത്തിലെ ഈ സ്വാമി കൊണ്ടു തന്നിട്ടുള്ളത് ജ്യോതിഷത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, നവഗ്രഹങ്ങളുടെ സാന്നിധ്യമുള്ള സാളഗ്രാമ ശിലകൾ, വരിവസ്യ രഹസ്യം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടു തന്നിട്ട്, ഞാൻ താമസിക്കുന്നത് കാർത്തികപ്പള്ളി താലൂക്കിൽ ചിങ്ങോലി എന്ന് പറയുന്ന സ്ഥലത്താണ്. മാർത്താണ്ഡവർമ്മ വന്ന് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കാവിൽപ്പടിക്കൽ ദേവി ക്ഷേത്രത്തിനോട് ചേർന്നാണ്. അപ്പോൾ അതിനോട് ചേർന്ന് സ്വാമി ഇങ്ങനെ നിരന്തരം വന്ന് എൻ്റെ മുത്തശ്ശനും സ്വാമിയും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് അവിടെ ആശ്രമം, മഠം സ്ഥാപിക്കുകയും ആ മഠത്തിൽ വന്നിരുന്നുകൊണ്ടാണ് സ്വാമി ഈ പല കാര്യങ്ങളും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു രാവിലെ പ്രഭാതമായ സമയത്ത് വന്ന് നിന്നിങ്ങനെ സൂര്യനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ, ഇവിടെ സൂര്യചന്ദ്രന്മാരുടെ നിത്യ സാന്നിധ്യം ഉണ്ടായിരിക്കും. ജ്യോതിഷവും വേദങ്ങളും വൈദികമായ കർമ്മങ്ങളും ഒക്കെ ഇവിടെ പുലർത്തണം എന്ന് പറയുന്നു. അപ്പോൾ കുഞ്ഞായിരിക്കുന്ന എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ആ ഗ്രോണപ്പായി വന്ന സമയത്ത് ഇതിലേക്ക് വരത്തക്ക രീതിയിൽ, അതായത് വൈദികമായ വൃത്തികളിലേക്ക്, ബ്രഹ്മവൃത്തികളിലേക്ക് വരത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോവുകയാണ്. അത് ഞാൻ വിശ്വസിക്കുന്നത് ആ മഹാ തപസ്വിയുടെ അനുഗ്രഹമാണെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സിദ്ധിച്ചപ്പോൾ, മുത്തശ്ശൻ കുറച്ച് സംസ്കൃതമൊക്കെ അറിയാതെ മഹോപാധ്യായ പാസ്സായിട്ടുള്ള ആളായിരുന്നു. മുത്തശ്ശൻ്റെ സുഹൃത്തായിരിക്കുന്ന ഒരു ജ്യോതിഷൻ, ചേപ്പാട് KG കേമൽ എന്ന് പറയും, അദ്ദേഹം വളരെ പണ്ഡിതനാണ്. കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ പോലെ ഒരു പേരും മഹിമയുള്ള ഒരാളില്ല. അദ്ദേഹം കടന്നു വരികയും എന്നെ ഇങ്ങനെ ജ്യോതിഷം പഠിപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ജ്യോതിഷം ശാസ്ത്രീയമായി പഠിക്കുന്നു. ഇതൊക്കെ പഠിക്കുന്നെങ്കിൽ ശരി, ഇതിനൊക്കെ അപ്പുറത്ത് ജ്യോതിഷം എന്ന് പറയുന്ന പരാഹൃദയ ജ്ഞാനമാണ്. അതായത് നമ്മളിൽ വിശേഷണയുള്ള ഒരു ശക്തിയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയും. ആ ശക്തി നമുക്ക് ഉണർന്നു കഴിയുമ്പോഴത്തേക്കും, സഹസ്രാര പത്മങ്ങൾ കഴിഞ്ഞ് ഉണർന്നു കഴിയും, ഉപാസന കൊണ്ട് ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് പരാഹൃദയ ജ്ഞാനം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സിദ്ധികളും കിട്ടും. അങ്ങനെ സിദ്ധി കിട്ടിയ ഒരാൾ അനുഗ്രഹിച്ചതുകൊണ്ട് ശാസ്ത്രം ഞാൻ പഠിച്ചെങ്കിലും എനിക്ക് ജോലി കുറച്ച് ചെയ്താൽ മതിയായിരുന്നു. കാര്യം ഞാൻ
ഉപാസനയോട് ഗുരുവിനെ സ്മരിച്ചു കഴിയുമ്പോൾ കൃത്യമായി ഗ്രഹഗോചരങ്ങളും ഗ്രഹസ്ഥിതികളും ആ ഗ്രഹസ്ഥിതിയും ശാസ്ത്രവും അനുസരിച്ച് ഒരു ഭാവിയെ നിർണ്ണയിക്കാനും വരാനിരിക്കുന്ന ഫലങ്ങളെ കാണിച്ചു തരുന്നൊരവസ്ഥയുണ്ട്. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും മനസ്സിലാകുന്നതല്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ സന്യാസിയായിരിക്കുന്ന മുത്തശ്ശൻ്റെയും ആ മുത്തശ്ശനിലൂടെ ഞങ്ങളുടെ കുലത്തിലേക്ക് വന്ന മഹാഗുരുവായിരിക്കുന്ന പ്രഭാകര സിദ്ധിയോഗിയുടെയും അനുഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു മാർഗത്തിലേക്ക് വന്നത്. അത് സത്യസന്ധമായി തന്നെ ധാർമ്മികത, പലരും ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിനൊക്കെ പറ്റുന്ന ഒരു പോരായ്മ ധാർമ്മികതയ്ക്ക് കളങ്കം വരുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ഏകദേശം 20-21 വയസ്സ് മുതൽ ആധികാരികമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ചെറുപ്പം മുതലേ പഠിക്കും. ഇത്രയും കാലമായിട്ട് ഞാൻ തുടങ്ങിയത് തന്നെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ക്ഷണപ്രകാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് എൻ്റെ അഷ്ടമംഗല പ്രശ്നം ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇരിക്കുമ്പോൾ തുടങ്ങുന്നത്. ഇന്നും ധാർമ്മികത കൈവിടാതെ സത്യസന്ധമായി അത് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സന്തോഷം കൂടെയുള്ളൊരു ജ്യോത്സ്യനാണ് ഞാൻ. അപ്പം അങ്ങ് പ്രഭാകര സിദ്ധിയോഗികളുടെ ശിഷ്യനാണെന്ന് പറഞ്ഞു. അതെ. പ്രഭാകര സിദ്ധിയോഗികളുടെ ആശ്രമം ഓമല്ലൂരാണ്. എൻ്റെ ജന്മസ്ഥലമായ കോന്നി എന്ന് വളരെ അടുത്താണ് സിദ്ധിയോഗികളുടെ ആശ്രമം. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ സിദ്ധിയോഗികളെ കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഒരു സമയത്ത് തന്നെ പലയിടത്ത് സിദ്ധിയോഗികളെ കാണാം. സിദ്ധിയോഗി മരണമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രഭാകര സിദ്ധിയോഗികളെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് വളരെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകന് മലയാള മനോരമയിൽ എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ചാണ് അത് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ പ്രഭാകര സിദ്ധിയോഗികളെക്കുറിച്ച് പിന്നെ പ്രശസ്ത പത്രപ്രവർത്തകൻ സാർ പറഞ്ഞപ്പോൾ ആളിൻ്റെ പേരൂടെ ഒന്ന് അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ ഉത്തമകുറുപ്പ് സാറാണോ? അല്ല പേര് ഈ അടുത്ത സമയത്ത് അല്ല, മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലെ കഥക്കൂട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മിക്കാൻ കഴിയാം. അത് വളരെ പ്രശസ്തനായ സീനിയർ പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് കിട്ടാഞ്ഞുകൊണ്ട് ആ പേര് പറയാതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥക്കൂട്ടിലാണ് മനോരമ ആഴ്ചപ്പതിപ്പിൽ ഞാൻ ആദ്യം വായിക്കുന്നത്, ആദ്യം അവസാനം വായിക്കുന്നത്, അതേ വായിക്കാറുള്ളൂ. ഈ കഥക്കൂട്ട് വായിക്കാറുണ്ട്. മനോഹരമായ ഭാഷയാണ് അദ്ദേഹം. പിന്നെ വളരെ സത്യസന്ധമായ വിവരണവുമാണ്. അത് വായിച്ചാണ് പ്രഭാകര സിദ്ധിയോഗികളെക്കുറിച്ച് ഞാൻ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതി കണ്ടത്. പിന്നീട് എനിക്ക് മനസ്സിലായി റഷ്യയിൽ അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട്, റഷ്യയിൽ അദ്ദേഹത്തിന് ആശ്രമമുണ്ട്, ബർമയിലുണ്ട്. അതെനിക്കറിയാം. ഞാൻ റഷ്യ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങ് പ്രഭാകര സിദ്ധിയോഗിയുടെ പിന്നെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അതിനകത്ത് പ്രഭാകര സിദ്ധിയോഗികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള, അതായത് മരണമില്ലാത്ത യോഗിയാണ്, അദ്ദേഹത്തിന് റഷ്യയിലെ ശിഷ്യന്മാരുണ്ട്, അവർ എല്ലാ വർഷവും ഓമല്ലൂർ വരാറുണ്ട്, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഓമല്ലൂർ വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ശരി, പ്രഭാകര സിദ്ധിയോഗികളെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. പ്രഭാകര സിദ്ധിയോഗികളിൽ അങ്ങ് കണ്ട ഒരു പ്രത്യേകത വളരെ ഹ്രസ്വമായിട്ടൊന്ന് പറയാമോ? ഹ്രസ്വമായിട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ ഫോർമുല തെറ്റിയ കണക്ക് തെറ്റിപ്പോകും. സാറ് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. ആശ്രമം എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങും സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹം എങ്ങും ഒന്നും സ്ഥാപിച്ചിട്ടില്ല. പിന്നെ ആശ്രമം എന്നുള്ള വ്യവസ്ഥിതിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് ചിങ്ങോലിയിലാണ്. കാരണം 1942 മുതൽ എൻ്റെ മുത്തശ്ശൻ INA നേവിയിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ദേവസ്വം ഭരണവും ആധ്യാത്മിക പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ നിൽക്കുമ്പോഴാണ് 1942 സ്വാമിയെ കണ്ടുമുട്ടുന്നത്. ആ നിരന്തരമായ ആ സ്വാമിയുടെ വരവ് പോക്ക് ചിങ്ങോലി ദേശവുമായി വന്നിട്ട് ഒരു ആശ്രമ വ്യവസ്ഥയിലേക്ക്, സന്യാസ വ്യവസ്ഥയിലേക്ക് ശിഷ്യൻ മാറുകയാണ്. മാറിക്കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു ആശ്രമം വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങും ഒന്നും സ്ഥാപിക്കുന്ന, കാരണം അവധൂതന്മാർക്കും മഹായോഗികൾക്കും അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ആശ്രമം അല്ലെങ്കിൽ ഒരു ബ്രഹ്മസ്ഥാനം ഒരു സ്വാമിയുടെ തൃക്കൈ കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പ്രദക്ഷിണം നടത്തിയിട്ടുള്ള സ്ഥാനം ചിങ്ങോലിയിലാണ്. മറ്റത് ഓമല്ലൂർ, അവിടെ ദീർഘകാലം സ്വാമിയുടെ ഒരു ശിഷ്യനോടൊപ്പം, ഒരു ഭക്തനോടൊപ്പം താമസിച്ചതിന് ശേഷം സമാധിയായപ്പോൾ സമാധി സ്ഥാനം എന്നുള്ള രീതിയിലാണ് അവിടെ സ്വാമിയുടെ സമാധി. ആ സമാധി തന്നെ 14ഓളം ശരീരങ്ങൾ എടുത്ത ആളിന് 13 സമാധികളുണ്ട്. 14ാമത്തെ ഒരു ശരീരം അവിടെ ഇരുത്തിയിരിക്കുന്നു. അതാണ് ഓമല്ലൂരിനെ സംബന്ധിച്ചിട്ടുള്ളത്. പിന്നെ പ്രഭാകര സിദ്ധിയോഗിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനേ ഈ ലോകത്തുള്ളൂ. കാരണം ഒരു യോഗ ചക്രവർത്തി, സാധാരണ നമ്മൾ യോഗികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ യോഗി ഈ യോഗി, അവരൊക്കെ 50% പോലും ആ യോഗശാസ്ത്രത്തെ മാർഗത്തെ അവലംബിച്ചവർ, സാഹിത്യമാക്കിയവരല്ല. ഇത് അദ്ദേഹം AD 1263 ജന്മം കൊണ്ടിട്ട് അന്ന് മുതൽ ഈ 21ാം നൂറ്റാണ്ട് വരെ 14 ശരീരങ്ങൾ എടുത്തിട്ട് ഒരു യോഗിക്ക്, അല്ലെ ഒരു യോഗശാസ്ത്രത്തിൻ്റെ മഹത്വം എന്താണ്, ഒരു യോഗിക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് കാണിച്ചിട്ടുള്ള ആളാണ് പ്രഭാകര സിദ്ധിയോഗി. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യക്ഷപ്പെടാം, തിരോധാനം സംഭവിക്കാം. നമ്മൾക്ക് ഒരു ഭഗവാൻ വിചാരിച്ചാൽ എന്തൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും.
പൂർവ്വജന്മാർജിതമായ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടം, ദാരിദ്ര്യം, നമ്മുടെ മരണം, ആയുസ്, ഇതുപോലെ. ഇപ്പം ഞാൻ തന്നെ ഉദാഹരണത്തിന് എൻ്റെ ജാതകത്തിൽ 25-ാമത്തെ വയസ്സിൽ ഒരു മൃതിയോഗം ഉണ്ടായിരുന്നതാണ്. എൻ്റെ ജാതകത്തിൽ 25-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് 10 വയസ്സുള്ളപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് അന്ന് 2 കൈയും തലയിലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണൂടാ, നീ പിന്നെ ഓടിക്കോളും. ആ 25-ാമത്തെ വയസ്സിൽ നിന്ന് ഇന്ന് ഈ 51-ാമത്തെ വയസ്സിലെത്തി നിൽക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കണ്ട ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ മഹിമകൾ നമ്മൾ പറയുന്നുണ്ടോ ആ മഹിമകളെല്ലാം മൂർത്തിമത് ഭാവമായിരിക്കുന്ന ഒരാൾ. എന്താണ് ഇതിനപ്പുറം പറയാൻ അദ്ദേഹത്തെക്കുറിച്ച്? ഒന്നും പറയാനില്ല. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നു. ഈ ലോകം മുഴുവൻ ഇപ്പം പഠിക്കുന്നത് പ്രഭാകര സത്യയെ കുറിച്ച്, വേറെ ആളെ കുറിച്ച് പഠിക്കാനില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റഷ്യയിൽ വിഷ്ണു ദേവാനന്ദ ഗിരി എന്ന സമ്പ്രദായത്തിൽ, അതായത് ദശനാമി സമ്പ്രദായത്തിൽ പുരി, ഗിരി, സരസ്വതി ഇങ്ങനെ ദശനാമി സ്വീകരിക്കും. അപ്പോൾ ഇന്ന് റഷ്യൻ KGBയിലെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നെയിമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ 32-33 വയസ്സുകളിൽ സ്വാമിയുടെ ദർശനം കിട്ടിയിട്ട് സ്വാമി പറഞ്ഞു, നീ ഇത്രാമത്തെ വയസ്സിൽ ഇതിൽ നിന്ന് ഇറങ്ങിക്കോ, ഇനി നിനക്കിത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ഭ്രാന്തൻ പറയുന്നത് പോലെ ഇവർ തമ്മിൽ തർക്കിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. കൃത്യം സ്വാമി പറഞ്ഞ ഈ 32-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ജോലിയിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ ആളിനെ തേടി ഭാരതത്തിൽ വന്ന് കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സന്യാസിയായി. ഈ സ്വാമി അവിടെ ചെന്നിട്ട് ഏകദേശം ഒരു നമ്മളുടെ ഇതനുസരിച്ച് 1000-കണക്കിന് ഏക്കറുകൾ സ്ഥലത്ത് ഒരു ഗോൾഡൻ ടെമ്പിളും മറ്റും സ്ഥാപിച്ചിട്ട് പ്രഭാകര യോഗിയുടെ മാത്രമായൊരു ഗോൾഡൻ ടെമ്പിൾ അവിടെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്, ഈ വിഷ്ണു ദേവാനന്ദഗിരി. അങ്ങനെ അദ്ദേഹം റഷ്യയിൽ പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, ബർമ്മയിൽ, ചൈനയിൽ, ഇങ്ങനെ പലയിടത്തും പല ആളുകൾ നമ്മളോട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ അത്ഭുതാവഹമായ കാര്യങ്ങൾ മറ്റു പലരും വന്ന് പറയുമ്പോഴാണ് ചൈനയിലുണ്ടായിരുന്നു, റഷ്യയിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ പേരുകളിൽ, വിവിധ രൂപങ്ങളിൽ സഞ്ചരിച്ച് വിവിധതരമായ അനുഗ്രഹങ്ങൾ. അപ്പം ഈ അനുഗ്രഹങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ പ്രത്യേകതയുള്ളത് മതാതീത ആത്മീയതയുടെ പ്രവാചകനായിരുന്നു അദ്ദേഹം. മതങ്ങളെ ഒന്നും അദ്ദേഹം സ്പർശിച്ചിരുന്നില്ല. കാര്യം ക്രിസ്തീയ മതവിശ്വാസികൾ ധാരാളം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്, മുസ്ലിം മതവിശ്വാസികൾ ധാരാളം, ജൈനനും പാഴ്സിയും സിഖുകാരനും ഈ ലോകത്ത് ആരൊക്കെ ഉണ്ടോ, ദ വേൾഡ് ഈസ് വൺ യൂണിവേഴ്സൽ എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്, വസുദൈവ കുടുംബം. ആ വസുദൈവ കുടുംബകം എന്നുള്ള അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അനുഗ്രഹവും എല്ലാവർക്കും വിശേഷമായിരിക്കുന്ന ദർശനങ്ങളും വിദ്യകളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ ചിന്മുദ്രയെക്കുറിച്ച് പഠിക്കാൻ ചട്ടമ്പിസ്വാമിയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഈ യോഗമാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിന്മുദ്ര യോഗശാസ്ത്രത്തിൽ. അപ്പം സ്വാമി വിവേകാനന്ദന് ചട്ടമ്പിസ്വാമി ഉപദേശിച്ചെടുത്തെങ്കിൽ ഈ ചട്ടമ്പിസ്വാമിക്ക് വടിവീശ്വരത്ത് വെച്ച് ഒരു ഭ്രാന്തൻ്റെ വേഷത്തിൽ ഒരു അവധൂതനായി പ്രത്യക്ഷപ്പെട്ട് ഈ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് പ്രഭാകര സിദ്ധിയോഗിയാണ്. ശ്രീനാരായണ ഗുരുദേവനും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന മാതാ അമൃതാനന്ദമയി ദേവി എന്ന് പറയുന്ന ആ അമ്മ ഓച്ചറയിൽ അദ്ദേഹം സ്ഥിരമായിരുന്നു. കാര്യം അകൂർമനക്കാരുടേതായിരുന്നു ഓച്ചറ. ഇന്നത്തെ കാണുന്ന ഉണ്ടിക്കാവൊക്കെ ആ രീതിയിലായി വരാൻ കാരണം സ്വാമിയുടെ ആ ഒരു വാസമാണ് അവിടെ. 2 വർഷം സ്വാമിയോടൊപ്പം വന്ന് അവിടെ താമസിച്ചിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും സ്വാമി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ചരിത്ര പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഇന്നത്തെ കാലയളവിൽ വരെ നമ്മൾ എടുത്തു പറയുന്ന പലരുടെയും ഉയർച്ചയുടെ സ്രോതസ് ചെന്ന് നിൽക്കുന്നത് പ്രഭാകര സിദ്ധിയോഗില്ല. ചുമ്മാ പറയുന്നതല്ല. ഇപ്പം സാറ് പറഞ്ഞ പത്രക്കട്ടിങ്ങിന് മുമ്പ് 1948 മാതൃഭൂമിയിൽ വന്നൊരു പത്രക്കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. ശ്രീ ഉത്തമക്കുറുപ്പ് സാർ അസോസിയേറ്റ് എഡിറ്റർ എഴുതിയതാണ്. കടലിൽ നിന്നും വല വീശി പിടിച്ച് കള്ളനെ കിട്ടിയെന്നും പറഞ്ഞാണ് പത്രത്തിലൊക്കെ വന്നത്. അവസാനം കയ്യും കാലുമൊക്കെ മൂത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ കള്ളനും കൊള്ളക്കാരനും ഒന്നുമല്ല, ഞാൻ പ്രഭാകര യോഗിയാണ് അകൂർമനിൽ. ചെന്ന് നോക്കിയപ്പോൾ നിരപ്പലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പ്രഭാകരൻ നമ്പൂതിരി ജനനം AD 1263 മുതൽ ഈ പിടിച്ച സമയം 947 വരെ എണ്ണിയപ്പോൾ 685 വർഷമുണ്ട് പഴക്കം. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു മനുഷ്യായുസിൽ നമ്മളുടെയൊക്കെ ബുദ്ധിക്കും ചിന്തയ്ക്കും ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറത്ത് മഹാത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൊരു യോഗി, മഹായോഗി.
നമുക്ക് അദ്ദേഹത്തെ ഒരു ചെറിയ ഒരു ഇതിലൊന്നും ഒരു 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 കുളത്തെക്കുറിച്ചും ഒരു കായലിനെ കുറിച്ചും ഒരു കടലിനെ കുറിച്ച് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? അതാണ് സാർ. അല്ല, അങ്ങ് പറഞ്ഞപ്പോഴേ എൻ്റെ ഓർമ്മ വരുന്നത് ഈ കഥക്കൂട്ടിൽ തന്നെ അത് എഴുതിയിരുന്നത്, പിന്നെ ഒരിക്കലെ കോട്ടയത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ടീം സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എവിടെയോ പോയിട്ട് വരുമ്പോൾ രാത്രി ഒരു 1 മണി 2 മണി ആയപ്പോഴേ നാഗമ്പടത്തൂടെ റോഡിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. മുഷിഞ്ഞ വസ്ത്രമാണ്. അപ്പോൾ കള്ളനാണെന്ന് പിടിച്ചു പറിക്കാനോ സംശയം തോന്നി. ജീപ്പ് അടുപ്പിച്ച് നിർത്താൻ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. ജീപ്പ് നിർത്തിയപ്പോൾ ഈ പോകുന്ന ആ മനുഷ്യനോട് ചോദിച്ചു, പോലീസ് ഭാഷയിലാണല്ലോ അവർ ചോദിക്കുന്നത്, ഇവിടെ പോടാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, വളരെ സൗമ്യനോട് അദ്ദേഹം പറഞ്ഞു, ചുമ്മാ നടക്കാൻ ഇറങ്ങിയാന്ന്. രാത്രി 2 മണിക്ക് നീ നടക്കാൻ ഇറങ്ങിയാന്ന്. രാത്രിയിൽ നീ നടക്കണ്ട, ജീപ്പിലോട്ട് കയറി നിന്നെ കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞു. ഒന്നും പറയാതെ കയറി താഴെ ഇരിക്കാൻ പറഞ്ഞു. താഴെ ഇരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സെല്ലിലോട്ട് ഇടാൻ പറഞ്ഞു. സെല്ലിലോട്ടിട്ട് ഇപ്പോൾ ചോദിച്ചു, കൊണ്ടുവന്നപ്പോൾ പേരുമൊക്കെ എഴുതണമല്ലോ. പേരെന്താ? പ്രഭാകർ സിദ്ധിയോഗ്യ. അപ്പോൾ അത് എഴുതി. എത്ര വയസ്സുണ്ട്? പിന്നെ പറഞ്ഞു 653 670 എന്തൊരു പ്രായം പറഞ്ഞു. അപ്പോൾ ഇൻസ്പെക്ടർ വിചാരിച്ചത് കുഴപ്പമാണ്, എന്തോ സമനില തെറ്റിയ കക്ഷിയാണ്. അപ്പോൾ ഈ പോലീസുകാരനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, കൊണ്ട് ആ സെല്ലിലിരുത്ത്, കെട്ടുമൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം, അവിടെ കൊണ്ടുപോയി ഇരുത്താൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ആ സെല്ലിൽ പിടിച്ചിട്ടിരിക്കുന്ന കുറേ ക്രിമിനൽസൊക്കെ ഉണ്ട്, അവരവിടെ ഇരിപ്പുണ്ട്. ആ ചെന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അതേ ഇങ്ങനെ പത്മാസനത്തിൽ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നേരം വെളുത്തപ്പോഴേ ഈ കൂടെ ഉള്ള സഹതടവുകാരൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് വെളിയിൽ പോകണ്ടേ, പ്രാഥമിക കൃത്യങ്ങൾക്കൊക്കെ പോകണ്ടേ? അത് വേണ്ട, നിങ്ങൾ പോയിക്കോളാം. അപ്പോൾ അവർ പോയി. അപ്പോൾ പോലീസുകാർ വന്ന് ചോദിച്ചു, ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണേ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ ഇരുന്ന പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ തടവുള്ളികൾക്കൊരു സംശയം, കയ്യോ കാലോ നോക്കുന്നില്ല, ഒരാൾ ഒരു പോസ്റ്റിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. പോലീസുകാർ നോക്കുമ്പോഴേ ഒരാൾ മാറ്റമില്ല, എങ്ങും പോകുന്നില്ല. മലമൂത്ര വിസർജനത്തിന് പോലും ഒരാൾ പുറത്തു പോകുന്നില്ല. അപ്പം പിറ്റേ ദിവസം പോലീസ് ഇൻസ്പെക്ടർക്ക് അവധിയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം വന്നില്ല. അതിനടുത്ത ദിവസമായപ്പോൾ പോലീസുകാർക്ക് സംശയമായി, ഒരാൾ ഇങ്ങനെ എങ്ങനെയായിരിക്കാൻ പറ്റും. അപ്പോൾ അവർ ഇൻസ്പെക്ടറെ വിളിച്ചു, സാർ ഇന്നലെ പിടിച്ച ആൾ എന്തോ ഒരു ചെറിയ പുള്ളിയല്ല, എന്തൊക്കെ ഒരു ചെറിയ സംശയം ഉള്ള ആളാണ്. ആ മനുഷ്യൻ ഇരുന്നിടത്തൊന്നും ചലിച്ചിട്ടില്ല, അതുപോലെ അങ്ങ് ഇരിക്കും. ചോദിക്കുന്നെല്ലാം കൃത്യം മറുപടിയും പറയും, വെളിയിലെങ്ങും പോകുന്നുമില്ല, ഒരു പ്രശ്നമില്ല, ചോദിച്ചോ അതിന് മറുപടി ഉണ്ട്. അപ്പോൾ ഉടനെ സബ് ഇൻസ്പെക്ടർ അദ്ദേഹം വന്നിട്ട് പ്രശസ്ത സിനിമാ സംവിധായകൻ അരവിന്ദൻ്റെ അച്ഛൻ M.N. ഗോവിന്ദൻ നായർ, വളരെ പ്രശസ്തനായ അഡ്വക്കേറ്റാണ്, അവിടുത്തെ വലിയ സാമൂഹ്യ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരാളെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നു, ഇങ്ങനെ 653 വയസ്സെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇയാളാ കൊണ്ടിരുത്തിടത്തൊന്നും അനങ്ങുന്നില്ല, ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രഭാകര സിദ്ധിയോഗികളെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് അപ്പം നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്തു, ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, ഒന്നും കഴിച്ചില്ല, ഉടനെ കഴിക്കത്തൊന്നുമില്ല, കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം നേരെ അദ്ദേഹം വന്നപ്പോൾ സെല്ലിൽ ഇരിക്കുകയാണ്. ഉടനെ പറഞ്ഞാൽ ഇതെന്ത് ഇടപാടാണ്, ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി, എണീച്ച് കേട്ടോ. അപ്പോൾ എണീച്ച് കഴിഞ്ഞുടനെ സബ് ഇൻസ്പെക്ടർ അടുത്ത് വന്ന് എന്നെ പറഞ്ഞിങ്ങനെ, അന്ന് സബ് ഇൻസ്പെക്ടർ 653 വയസ്സെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഉടനെ M.N. ഗോവിന്ദൻ അദ്ദേഹം അഡ്വക്കേറ്റ് പറഞ്ഞു, അത് ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത് അവിശ്വസനീയമായ കാര്യമില്ല ഇത്. അപ്പോൾ എന്തായാലും എഴുതി വെച്ചിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന പ്രശ്നം ഒഴിവാക്കാം, വക്കീലിലൂടെ പുള്ളി അങ്ങ് അയച്ചു. ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്, ഈ കഥക്കൂട്ടിൽ എഴുതിയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നൊരു സംഭവം ഉള്ളത്, പിന്നെ C.R. ഓമനക്കുട്ടൻ എന്ന് പറയുന്ന പ്രശസ്ത സാഹിത്യകാരനെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ സിദ്ധിയോഗികളെ കണ്ടിട്ടുണ്ട്, 2, 4, 5 വയസ്സുള്ളപ്പോൾ. അദ്ദേഹം വാർദ്ധക്യത്തിലും സിദ്ധിയോഗിയെ കണ്ടിട്ടുണ്ട്, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ ഇത്തരം നിരവധി കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ചെറുപ്പ സമയത്ത് ഓമല്ലൂർ അന്ന് വളരെ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമം, വളരെ വിജനമായ ഒരു ഗ്രാമം, ഓമല്ലൂർ ക്ഷേത്രത്തിനടുത്താണ് ഈ രക്തകണ്ഠേശ്വര ക്ഷേത്രം. അതിനടുത്താണ് അദ്ദേഹം സമാധിയായി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ചിലപ്പോൾ അദ്ദേഹം റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ ഗോപാലൻ എന്നാണ് തോന്നുന്നു, എൻ്റെ പേരാണ്, ഞാൻ ചെറുപ്പത്തിൽ കേട്ടുള്ള കഥയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഗോപാലിനെ ചായ കിടക്കാനാണ്. ഗോപാലിന് അദ്ദേഹം താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ വരുമ്പോൾ ചോദിക്കും, സിദ്ധിയോഗി എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ലടാ ഗോപാലൻ, ഞാൻ ഹിമാലയം വരെ ഒന്ന് പോയി വരാൻ നിൽക്കുക. അവർക്കറിയാം. ഉടനെ പറഞ്ഞു, അപ്പോൾ ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിയും, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ആഴ്ച കഴിയുമ്പോൾ വരും എന്ന് പറയും. കടയുടെ അവിടെ നിൽക്കുന്ന കാണാം. ചിലപ്പോൾ അപൂർവമായിട്ട് ചായയൊക്കെ വാങ്ങിച്ചു കുടിക്കും. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കും, അല്ല വേറെ പ്രത്യേകിച്ച് ഔപചാരികതയൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ വരുമ്പോൾ പിന്നെ ആളിനെ കാണത്തില്ല. അപ്പോൾ അവിടെ ഇല്ല, സമാധിയായ സ്ഥലത്ത്, അല്ലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ വീട്ടിലില്ല. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ സിദ്ധിയോഗി വന്നു എന്ന് പറയുന്ന കേൾക്കാം. സാർ ആ പറഞ്ഞതിനകത്തിൽ ഒരു വലിയ പിന്നെ
മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഗീശ്വരന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ ന്യൂക്ലിയസിനെ വരെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പം അഗ്നിസ്തംഭനം ചെയ്ത് കിടന്നിട്ടുണ്ട്, ജലസ്തംഭനം കിടന്നിട്ടാണ് കടലിൽ കിടന്നത്, വായുസ്തംഭനം ഈ ബർമയിലും മറ്റേ റഷ്യയിലും ഒക്കെ പോയത് വിമാനത്തിലും ഒന്നുമല്ല, നേരെ ശങ്കരാചാര്യ അത് കാണിച്ചിട്ടുണ്ട് ആകാശഗമനത്തിലൂടെ. ഇദ്ദേഹം സമാധിയാകുന്നതിന് മുമ്പ് 45 ദിവസം ഒരേ ഒരു കിടപ്പ് കിടന്നു. ഊണില്ല, വെള്ളമില്ല, ഒന്നുമില്ല, ഒരേ ഒരു കിടപ്പ്. 45ാമത്തെ ദിവസം ഈ ആൾ യാതൊരു ക്ഷീണവും ഇല്ലാതെ എഴുന്നേറ്റ് വരികയാണ്. പറഞ്ഞില്ലേ, കടലിൽ കിടന്നിട്ട് അദ്ദേഹം പറഞ്ഞത് സൂര്യനെ നോക്കിയിട്ട് സൂര്യനിൽ നിന്നും ആഹാരം സ്വീകരിച്ച ആളാണ്. സൗരോർജം, കാര്യം നമ്മളുടെ സോളാർ എനർജിയും ലൂണാർ എനർജിയും ഉണ്ട്. അപ്പോൾ കടലിൽ കിടന്നിട്ട് ഈ ലക്ഷ്മണൻ വൈദ്യം പറയുന്ന കേട്ട് ഈ പച്ചമത്തി ഇങ്ങനെ വരുമ്പം വെള്ളരിക്കയാന്നും പറഞ്ഞ് ഞാൻ എടുത്ത് തിന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് കടലിൽ കിടന്നുകൊണ്ട് സൂര്യനോട് ആഹാരം വാങ്ങിച്ച ആളാണ് 16 വർഷം. അപ്പം എന്നിട്ട് ഈ 45 ദിവസം കിടന്ന ആൾ തിരിച്ചെഴുന്നേറ്റ് വരുന്നത് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വരും. വന്നിട്ടോ അദ്ദേഹത്തിൻ്റെ കുളി 3.5 മണിക്കൂർ. ആ 3.5 മണിക്കൂറിൻ്റെ കുളിക്ക് അണ്ടാവിനകത്ത് നിറച്ച് ചെമ്പിനകത്ത് നിറച്ച് വെള്ളമെല്ലാം ഇങ്ങനെ സംഘടിപ്പിച്ച് വെച്ചിട്ട് ഈ 3.5 മണിക്കൂറാണ് കുളി. അപ്പം കുളത്തിലിറങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചിങ്ങോലിൽ വരുമ്പം കുടല് വെളിയിൽ കൊണ്ടുവന്നിട്ട് കുടൽ ശുദ്ധി ചെയ്ത് തിരിച്ചകത്തേക്ക് ഇരുന്ന മാർഗം ചട്ടമ്പിസ്വാമികൾ അങ്ങനെ കാണിക്കുകയാണ്, ഹഠയോഗത്തിലാണ്. അപ്പം അങ്ങനെ അത്രയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്ത് ആഹാരമില്ലാതെ ഭക്ഷണമില്ലാതെ ശരീരത്തെ നിയന്ത്രിച്ച് ശമതമാകളെ നിയന്ത്രിച്ച് ആ 3.5 മണിക്കൂർ സ്നാനം കഴിഞ്ഞ് വന്നതിന് ശേഷം കയറിയിരിക്കുന്നത് എന്തിനാ? അദ്ദേഹം ജനിച്ച പൂർവ്വട്ടാതി ദിവസം മീനമാസത്തിന് അതേ പൂർവ്വട്ടാതി ദിവസം കയറി ഭാവസമാധിയിലേക്ക് ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത് ഞാൻ ദാ പോവുകയാണ്. അത്രയ്ക്ക് പ്രത്യേകതയോട് കൂടിയിട്ടാണ് സ്വാമി. അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് നമുക്ക് ഈ കേരളത്തിൽ നിന്നല്ല ഈ ഭാരതത്തിൽ പോലും പിന്നുണ്ട്. മഹാവതാർ ബാബയെക്കുറിച്ച് പറയുന്നുണ്ട്, 2000 വർഷം ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് മഹത്തരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾ സ്വാമിയേക്കാൾ സ്വാമിക്ക് മുകളിൽ നമുക്ക് പറയാനില്ല. അല്ല, അങ്ങ് പറഞ്ഞ പോലെ ഈ മഹാവതാർ ബാബാജിയെ കുറിച്ച് പിന്നെ യോഗിയുടെ ആത്മകഥയിലുണ്ട് പറയുന്നുണ്ട്. പിന്നെ പല ആളുകൾ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്, അങ്ങനെ പലതും വായിച്ചിട്ടുണ്ട്. ഇത്തരം സിദ്ധന്മാരെ കുറിച്ചും പരിവ്രാജകന്മാരെ കുറിച്ചും സന്യാസിമാരെ കുറിച്ചും ഋഷിമാരെ കുറിച്ചും ഒക്കെ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞറിയാം. എന്നാൽ പ്രഭാകർ സിദ്ധികളെ കുറിച്ചൊരു 2-3 മാസം മുമ്പ് എൻ്റെ ഒരു ബന്ധു, അപ്പോൾ ഇത് പക്ഷേ ഒരു കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഞാൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്, അത് വിശ്വസിക്കുക അവിശ്വസിക്കുക എന്നുള്ളത് കേൾക്കുന്ന ആളുകളുടെ അത് അവരവരുടെ യുക്തിക്കനുസരിച്ച് സ്വീകരിക്കാം. അപ്പോൾ ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം നമ്മുടെ കൊല്ലം TKM കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിങ് നല്ല റാങ്ക് വാങ്ങി ജയിച്ച ഒരാളാണ്. കുറച്ചു കാലം അമേരിക്കയിലായിരുന്നു. അപ്പോൾ അച്ഛന് സുഖമില്ലാതായപ്പോൾ അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് അമേരിക്കയിലെ ജോലി കളഞ്ഞിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ ക്യാരക്ടർ മനസ്സിലായല്ലോ. അച്ഛന് സുഖമില്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ വൃദ്ധസാധനത്തിൽ ഏൽപ്പിച്ചിട്ട് കാശ് അയച്ചു കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ധാർമ്മികതയുള്ള ആളാണ്. ഈ ചെറുപ്പക്കാരന് അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം ഈ പ്രഭാകര സിദ്ധിയോഗികൾ വളരെ ചെറുപ്പത്തിൽ തൊട്ട് അദ്ദേഹം കാണുന്ന ആളാണ്. അപ്പം ഞാനെന്തോ പ്രഭാകര സിദ്ധിയോഗികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പ്രഭാകര സിദ്ധികളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ ചെയ്തതെന്ന് ശർമാജിയെ വന്നത് അതെ. അപ്പോൾ അന്ന് പിന്നെ റഷ്യയിലെ അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പുസ്തകമൊക്കെ ശർമാജി, അതൊക്കെ പിന്നെ ഒരു ആവർത്തനം വേണ്ടെന്ന് വെച്ചാൽ ഞാനത് പറയാം. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പ സമയത്ത് സിദ്ധികളിൽ അവിടെ ചെല്ലുമ്പോൾ ഇവരെ ഒന്നിച്ചിരുന്ന് ഞങ്ങളുടെ നാട്ടിലൊരു കളിയുണ്ട് 8 കളിക്കുക എന്നുള്ളത്. ചതുരംഗത്തിൻ്റെ ഒരു മോഡലാണ്. അതിങ്ങനെ ചുമ്മാ അത് ചൂക്ക് കൊണ്ടോ കരി കൊണ്ടോ വരച്ചിട്ടൊക്കെ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കുന്ന ചതുരംഗം പോലുള്ളൊരു കളിയാണ്. അപ്പോൾ ഇതിരുന്ന് കളിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് പോളിടെക്നിക്കിലെ ലെക്ചറാണ്, പ്രൊഫസറാണ്. അപ്പം പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ വരും, കഴിക്കും, നല്ലതായിട്ട് മീൻ കഴിക്കും. എന്താണ് ആഹാരം കൊടുക്കുന്നത് അത് കഴിക്കും. അല്ല ഇന്ന ആഹാരം എന്നുള്ള പ്രശ്നം, കൊടുക്കുന്ന എന്ത് ആഹാരമാണോ അത് കഴിക്കും, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ വലിയ ശുദ്ധം വൃത്തി അങ്ങനെ ആ ലെവലിലല്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സമാധിയായെന്നറിഞ്ഞു. ഒരു 3-4 മാസം മുമ്പ് ഈ വെട്ടിക്കോട്ട് ആയില്യത്തിൻ്റെ അതിനോടനുബന്ധിച്ച ദിവസം, തിരക്കില്ലാത്തൊരു ദിവസം, അദ്ദേഹം കാറിൽ അവിടെ പോയി. അവിടെ ചെന്ന് വണ്ടി ഒതുക്കി എവിടെയെങ്കിലും നിർത്താനായിട്ട് ശ്രമിച്ചു, അമ്പലത്തിൽ കയറി തൊഴാനായിട്ട്. അപ്പോൾ ഒരാൾ ഒരു തലയിൽ ഒരു കെട്ടുമൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു പ്രാകൃതൻ പോലെ ഒരു വേഷത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് മാറ്റിയിടറാ എന്ന് പറഞ്ഞു വണ്ടി. അപ്പോൾ പുള്ളി ഒന്ന് നോക്കി, വണ്ടി കൊണ്ട് വരുമ്പോൾ ഒരാൾ അങ്ങോട്ട് മാറ്റിയിടറാന്ന് ആധികാരികമായ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. എന്തായാലും വണ്ടി മാറ്റിയിട്ടു. ഇട്ടിട്ട് ഇച്ചിരി പ്രായമുള്ള ആളാണ്. വെളിയിലിറങ്ങിയപ്പോൾ ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലായോ?
എന്ന് ചോദിച്ചു. വേറൊരു രൂപത്തിലാണ്. ശബ്ദം കേട്ടപ്പോൾ ആളിനെ കുറിച്ച് തിരിച്ചറിയാൻ മനസ്സിലായി, പെട്ടെന്നൊരു മനസ്സിലായി. അപ്പോൾ ഇവർ ചെറുപ്പത്തിൽ ഇദ്ദേഹം സിദ്ധികളെ വിളിക്കുന്നത് ഇങ്ങേരെന്നാണ്, കൊച്ചുപയ്യനാണ്. അപ്പോൾ ഉടനെ ഇങ്ങേരായിരുന്നു. സ്വാമികളെ നല്ല വിളിക്കുന്നത്, അതായത് പ്രത്യേക ലാംഗ്വേജ്. നിനക്കെന്നെ മനസ്സിലായില്ലല്ലോ, നിന്റെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ കൃഷിയെക്കുറിച്ച് എങ്ങനെ ഇങ്ങേർക്ക് അറിയാവുന്നത് എന്ന് ചോദിച്ചു. ചെറുപ്പത്തിൽ ഇവർ കളിച്ചു വളർന്ന അതേ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ നിൻ്റെ അവിടെ കൃഷി ചെയ്തെടുത്ത് കുറച്ച് കാറ്റൊക്കെ അടിച്ച് വാഴ ഇതൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ നടന്ന എങ്ങനെ ഇതേ അറിയുന്നത്? അല്ല, അത് ചോദിച്ചു. അത് സംഗതി ശരിയാ, ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. എടാ, നീ അന്നേരം ദുഃഖിച്ച് നിന്നപ്പോഴേ അവിടെ ഒരു വട്ടം നിൽപ്പില്ലേ നിൻ്റെ പുരയിടത്തിൽ, അതുകൊണ്ട് അതേ വന്നൊരു മൂങ്ങായിരുന്നു നീ കണ്ടായിരുന്നു. അപ്പം ഇയാൾ ശ്രദ്ധിച്ചു. എന്നിട്ട് നീ ആ മൂങ്ങായെ നോക്കിയില്ലേ? ഞാൻ നോക്കി, മൂങ്ങായപ്പം കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ അറിഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ? നീ പോയി തൊഴുതിച്ച് നീ ഇനിയും പോകാൻ വന്ന ഓച്ചറയ്ക്ക് പോകാനല്ലയോ എന്ന് പറഞ്ഞാന്നെന്ന് പറയും. ഓച്ചറ പോകുമ്പോൾ ഇന്നടത്ത് ഇന്ന പോലെ ഉണ്ട്, അവിടെ ഇന്നടത്ത് ആദ്യം പോയി തൊഴണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കണം, പോയിക്കോളാൻ പറയും. ഇദ്ദേഹം അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളിനെ കണ്ടില്ല, വണ്ടി എടുത്തു. ആളിനെ പിന്നീടും കണ്ടു എന്നുള്ള സാറ് പറയുന്നത് സമാധിക്ക് ശേഷവും അനുഭവത്തിൽ ഒരു 6 മാസത്തിന് മുമ്പ് പരമാവധി. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം, അത് വളരെ സത്യസന്ധമായി തന്നെ. ഞാനിവിടെ 2005 കാലയളവിൽ ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം തിരുവനന്തപുരത്ത്. എൻ്റെ അച്ഛൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലും അമ്മ KSEB തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ സംസ്കൃത കോളേജിലാണ് ഞാൻ ജ്യോതിഷത്തിൻ്റെ ഔപചാരികമായൊരു ഡിഗ്രി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും കിട്ടിയില്ല. കാരണം വരാഹമീരനും ഭാസ്കരാചാര്യനും ഒന്നും യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് എഴുതി വെച്ച പുസ്തകമല്ല, അതൊന്നും യൂണിവേഴ്സിറ്റിക്കാർക്ക് ഇപ്പോൾ പഠിപ്പിക്കാനും പറ്റത്തില്ല. പക്ഷേ ഒരു ആധികാരികതയായിട്ടെന്ന് പറഞ്ഞ് വന്നു പോകുമ്പോൾ ഞാൻ മറ്റൊരു ഡിഗ്രി കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇക്കണോമിക്സിലൊരു ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് BA അസ്ട്രോളജിയുടെ ഡിഗ്രിക്ക് ചെയ്തത്. അപ്പോൾ വരുന്നു, അപ്പോഴും എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട്. ഞാൻ ബേസിക്കായിട്ട് ആ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ്. 3 വർഷവും രാവിലെ ട്രെയിൻ കയറി ഇവിടെ വരുന്നു. 3ാമത്തെ വർഷമായപ്പോൾ എനിക്ക് മാത്രം പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അതായത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ലെറ്റർ എനിക്ക് വന്നത്, ഒരേ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 2 ഡിഗ്രി എടുക്കാൻ പാടില്ല. സത്യത്തിൽ ഭയങ്കര ഹൃദയവേദന. കാരണം അവിടുത്തെ ഗുരുകുലത്തിലെ പൂജകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എന്നെ കാണാൻ വരുന്നത് എല്ലാം മാറ്റി വെച്ചിട്ടൊരു തപസ് പോലെ 3 വർഷം വന്നു. എല്ലാവരും പരീക്ഷ കൂടെ ഇരിക്കുന്നവർ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് മാത്രം പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. വല്ലാത്ത വിഷമം. അവിടെ നിന്ന് ഇറങ്ങി അലസനായിട്ട് റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു തലേക്കെട്ടുമൊക്കെ കിട്ടി, ഒരു ജടാധാരിയായിട്ട് ഈ ബീഡി അദ്ദേഹം ഉള്ള സമയത്ത് ചുരുട്ട് വലിക്കും. അപ്പം നമുക്ക് ചില ലക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തെ മനസ്സിലാവും. നമ്മൾ നിരന്തരം വർഷങ്ങൾ ഒരാളുമായി മിങ്കിൾ ചെയ്യുമ്പോൾ ആ ആളിൻ്റെ ചേഷ്ടകളും ഭാവവും രൂപവും സാർ മുമ്പേ പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്താ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒരേ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 2 ഡിഗ്രി എടുക്കാമെന്ന് ഓർഡർ പാസ്സാക്കി തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം തൻ്റെ ഭക്തൻ, തന്നെ വിശ്വസിക്കുന്നവൻ ഒരു വൈഷമ്യത്തിൽ പ്രതിസന്ധിയിൽപ്പെട്ടാൽ ഇത്രത്തോളം ദീനാനുകമ്പയോടുകൂടി ഏത് ഭാവത്തിലും അദ്ദേഹം വരും. ചിലപ്പോൾ ഭ്രാന്തനായിട്ടായിരിക്കും, ചിലപ്പം മറ്റിതര രീതിയിലായിരിക്കും. പക്ഷേ ആ വിശ്വാസിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഭക്തനുണ്ടാകുന്ന ദുഃഖത്തെ തുടച്ചു മാറ്റാൻ ജീവനോടുകൂടി ഏത് ഭാവം സ്വീകരിച്ചു വരും. കാര്യം അദ്ദേഹം മരണമില്ലാത്ത യോഗിയാ. നമ്മളൊക്കെ മരിക്കുന്നവരാ. പക്ഷേ ഇതുപോലുള്ള ആളുകളെ അവർക്ക് മരണമില്ല. ഇനി ഒരു ശരീരം കൂടെ 15ാമത് ശരീരം എടുത്തതിന് ശേഷമേ പൂർണ്ണ സമാധിയിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴും അദ്ദേഹം നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലൈവ് നെറ്റ്വർക്കിലാണ്. അതാണ് സ്വാമിയുടെ പ്രത്യേകത. എന്തായാലും ശരി, പ്രഭാകര സിദ്ധിയോഗികളെ പോലെ അമാനുഷികമായ ഒരു സിദ്ധിവിശേഷങ്ങളുള്ള ഒരു മഹായോഗിയെ കാണാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനും അങ്ങേക്ക് കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങയുടെ അമ്മ അദ്ദേഹത്തിൻ്റെ ഏക ഗൃഹസ്ഥാശ്രമ ശിഷ്യയാണ്. സ്ത്രീകളിൽ ഒരു മഹത്വം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ ശിഷ്യനാണ്, അപ്പൂപ്പൻ ശിഷ്യനാണ്. അപ്പം പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന വലിയ ഒരു സിദ്ധൻ്റെ, ഒരു യോഗിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് അങ്ങയുടെ തറവാട്. അദ്ദേഹത്തിൻ്റെ നേരിട്ട് അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ ജ്യോതിഷം പഠിക്കാനായി ഈ മേഖലയിലേക്ക്, വൈദിക മേഖലയിലേക്ക് വന്നതും അതുപോലെ തന്നെ വേദ പാഠശാല തുടങ്ങിയതും. അവിടെ തന്നെ ഒരു ലാഭേച്ഛയുമില്ലാതെ കുട്ടികളെ വേദവും പിന്നെ ജ്യോതിഷവും യോഗയും അത്യാവശ്യം വാസ്തുവും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സമഗ്രമായ പാഠ്യപദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഗുരുകുലം നടപ്പിലാക്കുന്നത്. എന്തായാലും ശരി,
നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞങ്ങൾക്ക് സാധാരണക്കാർക്കുണ്ടാകുന്ന ഒട്ടേറെ സംശയമുണ്ട്. ഞാൻ ഈ രംഗത്തൊന്നും ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ആളല്ല, വെറും ഒരു സാധാരണക്കാരനുള്ള അറിവേ എനിക്ക് കരുതലുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ബാലിശമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് വരാം. അത് കഴിയുന്നിടത്തോളം ഞാൻ അങ്ങയിലൂടെ നമ്മളുടെ സമൂഹത്തിലുള്ള വിവിധ തരത്തിൽ ചിന്തിക്കുന്നവരുടെ സംശയം പരിഹരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കാരണം വെച്ചാൽ ഇത് രണ്ട് തരത്തിലുണ്ട്. ഇത് വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാത്തവർക്കും വേണ്ടിയായിരിക്കും ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തോന്നരുത്. കാരണം പ്രേക്ഷകരിൽ ഇത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവർ എല്ലാം ഞങ്ങളെ സംബന്ധിച്ചും പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ, ഇല്ലാത്തത് അത് തിരസ്കരിക്കട്ടെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ ഒരു എപ്പിസോഡുകളിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകും. ചർച്ചകളിൽ ഞാൻ അങ്ങയോട് ആദ്യം സൂചിപ്പിച്ച പോലെ ചിലപ്പം ബാലിശമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. എന്തായാലും ശരി, തീർച്ചയായിട്ടും നമുക്ക് അങ്ങയുടെ അറിവ് തീർച്ചയായിട്ടും പരമാവധി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ കൗതുകമുള്ള ഒട്ടേറെ പ്രേക്ഷകർ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. അവർ ഞങ്ങളുടെ ഈ ജനഭൂമി ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളാണ്. ചിലതൊക്കെ വിളിച്ചിട്ട് അവർ യോജിപ്പ് പറയും, ചിലപ്പോൾ അഭിനന്ദിക്കും, ചിലപ്പോൾ വിമർശിക്കും. ഇതെല്ലാം ഞങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഒരു പുതിയ സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അങ്ങേപോലെയുള്ള മഹാപണ്ഡിതനായ ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. അങ്ങയുടെ അനുഭവം, അങ്ങയുടെ പരിജ്ഞാനം, അങ്ങ് നടത്തിയിരിക്കുന്ന അനുഭവ സാക്ഷ്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാക്ടീസ് ഇതെല്ലാം എനിക്ക് എൻ്റെ വിശ്വാസം പ്രേക്ഷകർക്ക് സഹായകം ആകും. തീർച്ചയായിട്ടും സാറേ, അത് ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. കാരണം ഇന്ന് ശാസ്ത്രമേഖലയെക്കുറിച്ച്, ജ്യോതിഷത്തെക്കുറിച്ചും വൈദികതയെക്കുറിച്ചും തന്ത്രം, വാസ്തു, ഇതെല്ലാം ഇന്നത്തെ ആനുകാലിക സാഹചര്യത്തിൽ ഒരുപാട് ശാസ്ത്രത്തിന് മങ്ങലേറ്റിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ശാസ്ത്രീയതയോ യുക്തിയോ മനസ്സിലാക്കാതെ ഇന്നത്തെ പൊതുസമൂഹം ഇതിനെ തിരസ്കരിക്കുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, ഇത്രയും കാലം കൊണ്ട് ഞാൻ നേടിയ ആ ഒരറിവ് സത്യസന്ധമായി യുക്തിസഹമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് ഞാൻ ചാനൽ പ്രോഗ്രാംസ് ധാരാളം ചെയ്യുമായിരുന്നു. പക്ഷേ അതെല്ലാം ഈ പ്രൊഫഷണൽസുമായിട്ട് ബന്ധപ്പെട്ട, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശാസ്ത്രത്തിൻ്റെ ഫലവും ഗുണവും പ്രവചനവും ശാസ്ത്രത്തിൻ്റെ മഹത്വവും യുക്തിസഹമായി അവതരിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ള താല്പര്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ജനഭൂമി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനിവിടെ വന്ന് അതിൽ പരമാവധി ഞാൻ എത്രത്തോളം എന്നെക്കൊണ്ട് അതിന് കഴിയുമോ അത് ഞാൻ ചെയ്യും എന്നൂടെ പറയുകയാണ്. തീർച്ചയായിട്ടും ജനഭൂമിയുടെ കുടുംബാംഗം എന്ന നിലയിൽ അങ്ങയുടെ അറിവ് പരമാവധി ജനങ്ങളിലെ പ്രേക്ഷകരിൽ എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാലും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുന്നു. തിരിച്ചു നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.